പോസ്റ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം മുടങ്ങി. ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കുന്നില്ല. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ജയശങ്കർ, ഇത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. ഈ റേഷൻ വിതരണം നേരത്തെ ഒന്ന് ക്രമപ്പെടുത്തിയിരുന്നു. 7 ജില്ലകളിൽ രാവിലെയും മറ്റ് 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ടും ഇതിനൊരു പരിഹാരമാവുന്നില്ലല്ലോ ജയശങ്കർ. സംസ്ഥാനത്ത് തുടർച്ചയായി റേഷൻ വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ മന്ത്രി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി ഈ വിഷയത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാനത്തെ റേഷൻ വിതരണം തുടർച്ചയായി മുടങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മന്ത്രി നിലവിൽ വകുപ്പ് അറിയിക്കുന്നതനുസരിച്ച് സംസ്ഥാനത്തിന്റെ തകരാറ് കൊണ്ടല്ല, ഇതിന്റെ സെർവർ പ്രശ്നം കൊണ്ടാണ്, ഇതിന്റെ സംവിധാനം കേരളത്തിലല്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് പരിഹരിക്കാനുള്ള ശ്രമം സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇതിന് പ്രത്യേകമായൊരു സമയം സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും റേഷൻ വ്യാപാരികളെ സംബന്ധിച്ച് അവർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം തുടർച്ചയായി ആളുകൾ റേഷൻ കടയിലെത്തി മടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. കൃത്യമായി അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. വലിയ ചൂടാണ്. ആളുകൾ സമയം ക്രമീകരിച്ചാണ് റേഷൻ കടയിൽ എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന ആളുകൾക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. തുടർച്ചയായി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം, സെർവർ തകരാറ് മൂലം സംസ്ഥാനത്തെ റേഷൻ വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉന്മേഷ് നിലവിലുള്ളത്. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്.